റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെതിരെ G20 സമ്മേളനത്തിൽ പ്രഖ്യാപനം. യുദ്ധത്തിന്റെ ദുരിതം പേറുന്ന ജനങ്ങളോടൊപ്പം എന്നും പ്രമേയത്തിൽ പരാമർശം. G20 വേദിയിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തുടങ്ങിയവരുമായി മോദി ചർച്ച നടത്തി. അതേസമയം സാമൂഹിക, സാമ്പത്തിക, പരിസ്ഥിതി രംഗത്ത് സുസ്ഥിര വികസനം ഉറപ്പാക്കണമെന്നും G20 പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, G20 സമ്മേളനത്തിൽ യുദ്ധത്തിനെതിരായ ഒരു പ്രമേയം വന്നിരിക്കുന്നു. അതും ഏറ്റവും പ്രസക്തമായത് ഇപ്പോൾ നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെതിരെയാണ് G20യിൽ പ്രമേയം വന്നിട്ടുള്ളത്. ഒരു പ്രഖ്യാപനം തന്നെ വന്നിരിക്കുന്നു. യുദ്ധത്തിൻ്റെ ദുരിതം പേർന്ന ജനങ്ങളോടൊപ്പം എന്നാണ് ഈ പ്രമേയത്തിലെ പരാമർശം. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. തീർച്ചയായും വിനോദ്, യുദ്ധത്തിന്റെ ദുരിതം പേറുന്ന ജനങ്ങളോടൊപ്പം എന്ന ഒരു ഡിക്ലറേഷൻ തന്നെ, അതായത് ഈ ഒരു പ്രഖ്യാപനം തന്നെ G20 സമ്മേളനം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ G20 സമ്മേളനം എടുത്തു പറയുന്നത് UN ചാർട്ടർ പ്രകാരം, അതായത് യുദ്ധവും അയൽപ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കുന്നതിനുള്ള UN ചാർട്ടർ ധാരണകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന നിലപാടും കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകം. അതായത് UNന്റെ ചാർട്ടർ പ്രകാരം യുദ്ധം ആരംഭിക്കുന്നവരോടൊപ്പമല്ല, യുദ്ധത്തിന്റെ ദുരിതം പേറുന്നവരോടൊപ്പം എന്ന് കൃത്യമായി തന്നെ G20 നിലപാടെടുത്തിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഭക്ഷ്യസുരക്ഷ, അതുപോലെ തന്നെ സമത്വം, അതുപോലെ തന്നെ ദാരിദ്ര്യം എന്നീ വിഷയങ്ങൾക്കെതിരായ അസമത്വത്തിനെതിരായ സമരം, ദാരിദ്ര്യത്തിനെതിരായ സമരം, ഈ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ കൃത്യമായി തുടരുമെന്നും G20 ഡിക്ലറേഷൻ വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നത്. ഇതിലേറെ പ്രാധാന്യം അറിയിക്കുന്നത് യുക്രൈൻ യുദ്ധം തന്നെയാണ്. യുക്രൈൻ യുദ്ധത്തിന്റെ ആ ദുരന്തങ്ങളെയെല്ലാം തന്നെ കൃത്യമായി പരാമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ G20 സമ്മേളനത്തിൽ ഡിക്ലറേഷൻ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, G20 സമ്മേളനം നടക്കുന്ന വേളയിൽ തന്നെയാണ് യുക്രൈൻ യുദ്ധം 1000 ദിവസം തികച്ചത്. നമുക്കറിയാവുന്നതാണ്, 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധം വലിയ ആഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ വരെ റഷ്യ ശക്തമായ ആക്രമണം യുക്രൈനെതിരെ നടത്തിയിരുന്നു. മാത്രമല്ല, തിരിച്ച് അതുപോലെ തന്നെയുള്ള പ്രതികരണം നടത്താനുള്ള നീക്കം തന്നെയാണ് യുക്രൈന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന ഒരു നിലപാട് തന്നെയാണ് G20 സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത്. വിനോദ്, തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ G20 സമ്മേളനത്തിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതും വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വാർത്ത തന്നെയാണല്ലോ ഐസൺ. 3 നേതാക്കളുമായാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, അതുപോലെ തന്നെ ജോർജിയ മെലോണി ഇറ്റാലിയൻ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ കെയർ സ്റ്റാർമർ അതായത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബ്രിട്ടന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു കാര്യം ട്രേഡ് എഗ്രിമെന്റ് പുതുക്കുന്നതിനുള്ള ധാരണ അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ബ്രിട്ടന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വളരെ കൃത്യമായി സ്റ്റേമറുടെ ഓഫീസ് ഇന്നലെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ത്യ ബ്രിട്ടൻ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള നീക്കങ്ങൾ, അത് വാണിജ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റു ഘടകങ്ങളിലെല്ലാം ആഭ്യന്തര സുരക്ഷയുടെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സുരക്ഷയുടെയും ഭാഗത്ത് കാര്യക്ഷമമായ ഇടപെടൽ നടത്താനുള്ള ഒരു നീക്കം 2 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ബ്രിട്ടന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നിലപാടുകൾ പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യം അറിയിക്കുന്ന ഘടകം. അതുപോലെ തന്നെ ഫ്രാൻസുമായുള്ള സാങ്കേതിക വിദ്യാ രംഗത്തും മറ്റു രംഗങ്ങളിലും, സാങ്കേതികം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആഭ്യന്തര സുരക്ഷയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സുരക്ഷാ വിഷയങ്ങളിലും സൈനിക ധാരണകളും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ധാരണകൾ എത്താനുള്ള ഒരു നീക്കം ഫ്രഞ്ച് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഫ്രാൻസിൽ നിന്നുമുള്ള ഡിക്ലറേഷനുകൾ അല്ലെങ്കിൽ അറിയിപ്പുകളുമായി പുറത്തു വരുന്നത് എന്നതാണ് മറ്റൊരു പ്രധാന സംഭവ വികാസം എന്നറിയാൻ സാധിക്കുന്നത്. കൂട്ടത്തിൽ തന്നെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തി. ഇത്തരത്തിൽ തുടർച്ചയായ ചർച്ചകൾ അദ്ദേഹം നടത്തും ഇന്നും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്. G20 സമ്മേളനം ഭാരതത്തിൽ നടന്ന വേളയിലും ഇതുപോലെ ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചകളുടെ അനുരണനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നേട്ടങ്ങളെല്ലാം തന്നെ കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സ്വാഭാവികമായും അതിന്റെ ഒരു റിനോവേഷൻ അല്ലെങ്കിൽ ഒരു പുതുക്കൽ തന്നെ നടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് ഉഭയകക്ഷി തലത്തിൽ ഭാരതവും മറ്റു രാജ്യങ്ങളുമായി മുന്നേറുന്നത്.